ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ 19ാം ദിവസത്തിലെ വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വായന ആരംഭിക്കാം. കഴിഞ്ഞ 19 ദിവസങ്ങളായി ഈ വായനയെ കേൾക്കുകയും കാണുകയും ചെയ്ത എല്ലാ സുഹൃദയങ്ങൾക്കും ഗുരുസ്വാമികളുടെ താല്പര്യമുണ്ടാകട്ടെ എന്ന വിചാരത്തോടെ നമുക്ക് പാരായണം സമാരംഭിക്കാം. വ്യയമണയാതെ വിളിക്കു വേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ടു നിത്യമാക്കും. പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവവിധ ജോലികളും കൃത്യവും കണിശവുമായി നടക്കണമെന്ന നിയമം ഇരിക്കുന്നത് കൊണ്ട് അത് നിത്യമാണ് എന്ന് തോന്നും. ഇടതടവില്ലാതെ അനുസ്യൂതമായ പ്രവൃത്തി ഇങ്ങനെ നടക്കുകയാണ്. നമുക്കതിലൊരു കാര്യവുമില്ല. അതുകൊണ്ട് പ്രിയമകമേ പിരിയാതെയുണ്ടി തിന്നി ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. നമുക്ക് എല്ലാറ്റിനോടുമുള്ള പ്രിയം അകമേ ഉണ്ട്. ആ പ്രിയം വെച്ചിട്ടാണ് നമ്മളെപ്പോഴും പെരുമാറുന്നത്. പ്രിയമുള്ളതിനോട് പ്രത്യേക പ്രിയവും പ്രിയമില്ലാത്തതിനോട് പ്രിയമില്ലാത്തത് കൊണ്ട് അപ്രിയവും, ഇത്രയുള്ളൂ. അപ്പം പ്രിയമുള്ളത് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുക. ചലമുടലറ്റ തനിക്കു തൻ്റെ ആത്മാവിലുമധികം പ്രിയ വസ്തുവില്ലയന്യം. തൻ്റെ ആത്മാവിനേക്കാൾ പ്രിയമുള്ളതായ ആർക്കും ഒന്നുമില്ലെന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിലസീടും ആത്മഗതിപ്രിയം വിടാതെ ഈ നിലയിലിരിപ്പത് കൊണ്ട്. അങ്ങനെ നിലയിലിരിപ്പത് കൊണ്ട് എന്താ? ആത്മാവ് നിത്യമാണ്. മറ്റെല്ലാം മാറി മാറി മാറിപ്പോയാലും അത് വിവേകം കൊണ്ട് അറിയേണ്ട ഒരു കാര്യമാണ്. മറ്റെല്ലാം മാറി മാറിപ്പോയാലും ആത്മാവ് നിത്യമായി നിലകൊള്ളും. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നില വലുതായൊരു നീതികേടിതത്രേ. ഉലകം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത്, ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതുമായി കലർന്ന് നിൽക്കുന്നതാണ്. വലിയ നീതികേടാണത്. ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടേ നിൽക്കുള്ളൂ എന്ന് മലയാളം പറയാം. അറുതിടാനരുതാത വാങ്മനോ ഗോചരമിതിലെങ്ങ് ചരിച്ചിടും പ്രമാണം. വാങ്മനോ ഗോചരമിതിലെങ്ങ് ചരിച്ചിടും. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും കാണുന്നതും കേൾക്കുന്നതുമെല്ലാമായിട്ട് അറുതി ഇടാൻ പറ്റണില്ല. കണ്ടു പറയുന്നു, ഉണ്ടായി വരണു, വീണ്ടും കണ്ടു പറയുന്നു, ഉണ്ടായി വരണു. അതാണ്. എന്നിട്ട് അതിൽ ഇങ്ങനെ താല്പര്യം ഉണ്ടാവാം. അതാണ് പ്രമാണം. വിപുലതയാർന്ന വിനോദവിദ്യ മായാവ്യവഹിതമായി വിലസുന്ന വിശ്വവീര്യം ഇവളിവിളിങ്ങനെ അവതീർണയായിടും തന്നവയവമണ്ട കടാഹകോടിയാകും. ഇവളുണ്ടല്ലോ, ഈ പ്രകൃതീശ്വരി, ഇവളിങ്ങനെ അവതീർണയായിടും. ഇവളിങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിക്കുകയാണ്. തന്നവയവം അണ്ടകടാഹകോടിയാകും. ഈ അണ്ടകടാഹകോടിയിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൻ്റെ അണ്ടകടാഹകോടിയിൽ നിന്നാണ് ഈ കാണാകിയതെല്ലാം അവയവമായി, കാണാൻ പറ്റുന്നതായി നമ്മുടെ മുമ്പിൽ ആവിർഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവിർഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന യാതൊന്നുണ്ടോ അതിനെയാണ് 19ാം ദിവസത്തെ വായനയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ 19 ദിവസത്തെ വായന കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക്
ആത്മമോക്ഷം ഉണ്ടാകട്ടെ, ആത്മശക്തി ഉണ്ടാകട്ടെ, അവർക്കെല്ലാം നാരായണ ഗുരുസ്വാമികളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ കർക്കിടകത്തിൽ, കാറൊഴിയാത്ത കർക്കിടകത്തിൽ, വെള്ളവും മലവെള്ളപ്പാച്ചിലും മഴയും ഒക്കെയുള്ള ഈ കർക്കിടകത്തിൽ ഏറ്റവും ശുഭകരമായ ഒരു കാലാവസ്ഥ ആന്തരികമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിന്ന് യാത്ര പറയുകയാണ്. വീണ്ടും കാണുന്നതുവരെ, കേൾക്കുന്നതുവരെ നന്ദി, നമസ്കാരം. മനോഹരം, ശുഭം, ശാന്തം, ആത്മം.